അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹല വിശദീകരിക്കുന്നു, ഞങ്ങളുടെ തോട്ടത്തിൽ ഒരു കുതിര ഉണ്ടായിരുന്നു. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായിരുന്നു. അതിൻ്റെ പേര് അൽ ലുഹൈഫ് എന്നോ അല്ലെങ്കിൽ അൽ ലുഹൈഫ് എന്നോ ആയിരുന്നു. അപ്പോൾ കുതിരയ്ക്കും കഴുതയ്ക്കും പേരിടാമോ എന്നുള്ളതാണ് സംസാരിക്കുന്നത്. حدثنا أبي بن عباس بن سهل عن أبيه عن جده قال كان للنبي صلى الله عليه وسلم في حائطنا فرس يقال له اللحيف قال أبو عبد الله وقال بعضهم اللخيف. മുആദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറകിൽ കുറച്ച് ദൂരത്തിൽ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആയിരുന്നു. ഒരു കഴുതയുടെ പുറത്തായിരുന്നു. കഴുതയുടെ പേര് ഉഫൈർ എന്നായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, അല്ലയോ മുആദേ, നിനക്കറിയാമോ അള്ളാഹുവിൻ്റെ അടിമകളുടെ മേളിൽ അവന് ഉള്ള അവകാശം എന്താണ് എന്ന്? അതുപോലെ തന്നെ അവൻ്റെ അടിമകൾക്ക് അവൻ്റെ മേളിലുള്ള അവകാശം എന്താണ് എന്ന്. ഞാൻ മറുപടി പറഞ്ഞു, അള്ളാഹുവും അവൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി അറിയുന്നു. അതായത് എനിക്കറിയില്ല എന്ന്, നിങ്ങൾക്കാണ് കൂടുതൽ അറിയാവുന്നത് എന്നാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ അടിമകളുടെ മേളിൽ അവനുള്ള അവകാശം എന്ന് പറയുന്നത് അവർ അവനെ ഏകനായി ആരാധിക്കുക എന്നുള്ളതാകുന്നു. അതായത് പങ്കു ചേർക്കാതെ ഏകനായ ദൈവമായി ആരാധിക്കുക, മറ്റ് ഒന്നിനെയും അവനോടൊപ്പം ആരാധിക്കാതിരിക്കുക. അതുപോലെ അടിമയ്ക്ക് അള്ളാഹുവിൻ്റെ മേലിലുള്ള അവകാശം എന്ന് പറയുന്നത് അവൻ ആ അടിമയെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളതാകുന്നു, അവൻ മറ്റൊന്നിനെയും ആരാധിക്കാതിരുന്നാൽ. അപ്പോൾ ഏകനായ ദൈവത്തിനെ മാത്രം ആരാധിച്ച ആളുകൾ, അവരെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് പാടില്ല. അത് എൻ്റെ അവകാശമാണ്, ഞാൻ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് എന്നെ മേലെ ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ. ഞാൻ ചോദിച്ചു, അല്ല അള്ളാഹുവിൻ്റെ റസൂലേ, ഈ സന്തോഷ വാർത്ത ഞാൻ ആളുകളെ അറിയിക്കണ്ടേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേണ്ട, അവരോട് പറയണ്ട. അവരതറിഞ്ഞാൽ ഇതിൽ മാത്രം ആശ്രയിച്ച് രക്ഷപ്പെടാൻ അവർ ശ്രമിക്കും എന്ന്. അവരൊരു പങ്കുകാരില്ലാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആരാധന മാത്രം നടത്തിയാൽ അള്ളാഹുവിന് പിന്നെ നമ്മളെ ശിക്ഷിക്കാൻ പറ്റില്ല എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അന്ന് റസൂൽ പറഞ്ഞു, പറയണ്ട, ആളുകൾ അത് ചിലപ്പോൾ സീരിയസ് ആയിട്ട് എടുക്കും. അപ്പോൾ ആരാധന സീരിയസ് അല്ലാതെ ആയി പോവും. അതുകൊണ്ട് അവർ കഷ്ടപ്പെട്ട് സ്വർഗ്ഗത്തിൽ പോട്ടെ എന്ന് പറയുന്നത് പോലെ. അൻ മുആദ് റളിയല്ലാഹു അൻഹു ഖാല കുൻതു റിദ്ഖൻ ഖാല കുൻതു റിദ്ഫൻ നബി ഖാല കുൻതു റിദ്ഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹിമാരിൻ യുഖാലു ലഹു ഉഫൈറുൻ ഫഖാല യാ മുആദ് വഹൽ തദ്രി ഹഖ്ഖല്ലാഹി അലാ ഇബാദിഹി വമാ ഹഖ്ഖുൽ ഇബാദി അലല്ലാഹ് ഖുൽതു അല്ലാഹു വറസൂലുഹു അലം ഖാല ഫഇന്ന ഹഖ്ഖല്ലാഹി അലൽ ഇബാദി അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂഹു ബിശൈഅ വഹഖുൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബ മൻ ലാ യുശ്രികു ബിഹി ഷൈഅൻ ഫഖുൽതു യാ റസൂലല്ലാഹ് അഫലാ ഉബശ്ശിറു ബിഹിന്നാസ് ഖാല ലാ തുബശ്ശിർഹും ഫയത്തകിലൂ. അപ്പോൾ ഇതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്നുള്ള സഹാബിമാർക്ക് എല്ലാവർക്കും അറിയില്ലായിരുന്നു. ഇന്നിപ്പോൾ ഹദീസ് എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കിട്ടും, പക്ഷേ എന്നാലും എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അതിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ച് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് വിചാരിക്കരുത്. അതാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് സ്വർഗ്ഗം കിട്ടും, ശിക്ഷ കിട്ടാതിരിക്കും, പക്ഷേ അതിനെ മാത്രം ആശ്രയിക്കരുത്, കുറച്ചധികം അങ്ങ് ചെയ്തേക്കുക. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ ഒരു പേടി തോന്നി അൽ മദീനയിലായിരിക്കുമ്പോൾ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ദൂബ് എന്ന് പേരുള്ള ഞങ്ങളുടെ കുതിരയെ മേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കടം മേടിച്ചുകൊണ്ട് ഓടിച്ചു പോയി, ഇങ്ങനെ പോയി നോക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അക്രമോ അല്ലെങ്കിൽ ആരെങ്കിലും യുദ്ധം ചെയ്യാൻ വരുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ഓടിച്ചു പോയി, ദൂരെ പോയി, എന്നിട്ട് അവിടെയൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പേടിക്കാനും മാത്രമുള്ള ഒന്നും കണ്ടില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ കണ്ടു, ഈ കുതിര നല്ല സ്പീഡാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുതിരയ്ക്ക് പേരുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല കാന ഫസഉൻ ബിൽ മദീനതി ഫസ്താറ അന്നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറാസൻ ലനാ യുഖാലു ലഹു മന്ദൂബ് ഫഖാല മാ റഅയ്നാ മിൻ ഫസഇൻ വൈൻ വജദ്നാഹു ലിബഹ്റ. കുതിരയിൽ നിന്നുള്ള ലക്ഷണക്കേട്, അല്ലെങ്കിൽ അത് കണ്ട മോശമാണ്, ഇത് കണ്ട മോശമാണ്, പൂച്ചവട്ടം ചാടി, അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അന്ധവിശ്വാസങ്ങൾ. അപ്പോൾ അത് ആണ് ഉദ്ദേശിക്കുന്നത്, ലക്ഷണക്കേട്.
കുതിരയിൽ നിന്നും എന്തെങ്കിലും ലക്ഷണക്കേടുണ്ടോ? അതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മായുദ്ഖറു മിൻ ശുഅ്മിൽ ഫറസ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, 3 കാര്യങ്ങളിലാകുന്നു പൈശാചിക ലക്ഷണങ്ങൾ ഉള്ളത്: കുതിര, സ്ത്രീ, വീട്. അന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല സമഅതു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നമ ശുഅ്മു ഫി സലാസത്തിൻ ഫിൽ ഫറസി വൽ മർഅതി വദ്ദാരി. പക്ഷേ ഇസ്ലാമിൽ അന്ധവിശ്വാസങ്ങൾ വിരോധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വെറുക്കപ്പെടുന്നതാണ്. അങ്ങനെ ഒരു പരിപാടി പാടില്ല എന്നാണ്. അങ്ങനെ ആർക്കെങ്കിലും പക്ഷെ തോന്നുവാണ് ഇതൊക്കെ ലക്ഷണക്കേടാണ് എന്നോ, അല്ലെങ്കിൽ അത് കാണുമ്പോൾ പേടി തോന്നുകയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതിൽ കണ്ടുകൊള്ളട്ടെ. അതായത് ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട കുതിര, ഒറ്റയ്ക്ക് നടക്കുന്ന ആർക്കും വേണ്ടാത്തത്. അതല്ലെങ്കിൽ യുദ്ധത്തിന്, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത കുതിര, അതും ലക്ഷണം കെട്ട കുതിരയാണ്. കുട്ടികളുണ്ടാവാത്ത സ്ത്രീ, അതല്ലെങ്കിൽ തൃപ്തിയില്ലാത്തൊരു സ്ത്രീ, എന്ത് കിട്ടിയാലും മതിയാവാത്തത്, അതല്ലെങ്കിൽ ധിക്കാരിയായ സ്ത്രീ, ഇവരെയൊക്കെ കണ്ടാൽ ലക്ഷണക്കേടായി കണക്കാക്കാവുന്നതാണ്. സാധാരണ സ്ത്രീകളല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു വീട്, ഇടുങ്ങിയ വീടാണ്, അത് അത്യാവശ്യം വലിപ്പമോ സൗകര്യമോ ഇല്ലാത്ത തീരെ ഇടുങ്ങിയ വീട്, അതൊരു ലക്ഷണക്കേടായി കണക്കാക്കാവുന്നതാണ്. പള്ളിയിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള ഒരു വീട് ലക്ഷണക്കേടായി കണക്കാക്കാവുന്നതാണ്. അതുപോലെ ചീത്ത ചുറ്റുപാടിലുള്ള വീട്, ഇപ്പോൾ കള്ളുചാപ്പിൻ്റെ തൊട്ടടുത്തോ, നമ്മളൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളതാണെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ അതുപോലെ ചീത്തയായ ചുറ്റുപാടിലുള്ള ഒരു വീടും ലക്ഷണക്കേടായി കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ലക്ഷണക്കേട് എന്നുള്ളത് ഉണ്ട്, അത് 3 കാര്യങ്ങളിലാവുന്നു. അത് സ്ത്രീ, കുതിര, വീട് എന്നിവയിലാണ്. അപ്പോൾ അതിനെ വിശദീകരിച്ച് പറയുകയാണ്. ഇവ കൊണ്ടുള്ള ഉദ്ദേശം എന്നത് അതിലെ 3 കുറഞ്ഞ സ്ഥാനമുള്ള ഇതിലാണ് ഉള്ളത്. അതായത് ഉപയോഗിക്കാത്ത, ഉപേക്ഷിക്കപ്പെട്ട, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത കുതിര, കുട്ടികളുണ്ടാവാത്ത, സംതൃപ്തമല്ലാത്ത ധിക്കാരിയായ സ്ത്രീ, ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ, തീരെ സ്ഥലമില്ലാത്ത വീട്, പള്ളിയിൽ നിന്ന് ഒരുപാട് ദൂരെയുള്ള വീട്, ചീത്ത ചുറ്റുപാടിലുള്ള വീട്. സഹൽ ബിൻ സഅദ് സഈദി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ലക്ഷണക്കേട് എന്നൊന്ന് ഇല്ല, അങ്ങനെങ്ങാനും ഉണ്ടെങ്കിൽ അത് ഇവയിൽ ആകുന്നു: സ്ത്രീ, കുതിര, വീട്. عن سهل بن سعد الساعدي رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذ كان في شيء ففي المرأة والفرس والمسكن. കുതിരകളെ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അള്ളാഹു ജല്ല ജലാലിൻ്റെ വചനം, അങ്ങനെ അവൻ കുതിരകളെ സൃഷ്ടിച്ചു, കോവർ കഴുതകളെയും കഴുതകളെയും. നിങ്ങൾക്ക് അവയെ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നതിന് വേണ്ടി, അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നതിന് വേണ്ടിയും ഒരു അലങ്കാരമായിക്കൊണ്ടും ആണ് ഇവയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അവൻ നിങ്ങൾക്ക് അറിവില്ലാത്തതും ആയ കാര്യങ്ങളെയും സൃഷ്ടിക്കുന്നു. 16-ാമത്തെ സൂറത്ത് 8-ാമത്തെ ആയത്ത്. അൽ ഖൈലു ലിസ്സലാസി വഖൗലില്ലാഹി അസ്സ വജല്ല والخيل والبغال والحمير لتركبوها وزينة ويخلق ما لا تعلمون. النحل 8. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, കുതിരകളെ ഈ 3 കാര്യങ്ങൾക്ക് ആകുന്നു ഉപയോഗിക്കേണ്ടത്. ചില ആളുകൾക്ക് അത് പ്രതിഫലത്തിനുള്ളൊരു മാർഗമാകുന്നു, മറ്റുള്ളവർക്ക് അത് ഒരു സഹായമാണ്, അല്ലെങ്കിൽ ഒരു അഭയമാണ്, അതല്ലെങ്കിൽ ജീവിത മാർഗമാണ്. മറ്റു ചിലർക്ക് അത് ഒരു പാപത്തിനുള്ള മാർഗമാകുന്നു, അതിൽ നിന്ന് തിന്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കൂലി കിട്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് അവർ അതിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, അതായത് യുദ്ധം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അവർ അതിനെ നീണ്ട ഒരു തൊലിയിൽ കെട്ടിയിടും, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നീണ്ട കയറിൽ കെട്ടിയിടും. അപ്പോൾ അതിന് അത്രയും സ്ഥലം, ആ താഴ്വരയിലുള്ള അത്രയും സ്ഥലത്ത് ഓടി നടന്ന് പുല്ല് തിന്നാൻ പറ്റും, ആ കയറിൻ്റെ നീളം അനുസരിച്ചുകൊണ്ട്. അത് മുഴുവൻ നന്മയായിട്ടും ഉപകാരപ്രദമായിട്ടും ആണ് കണക്കാക്കുന്നത്. അതായത് ആ കുതിര തിന്നുന്ന പുല്ലിനെയാണ് ഈ പറയുന്നത്. ഇനി അവൻ ആ കുതിരയുടെ പുറത്ത് കയറി ആ കയറ് അഴിച്ചു, എന്നിട്ട് 1-2 മലകളിലൂടെ യാത്ര ചെയ്തു. അങ്ങനെ ചെയ്താൽ ആ കുതിരയുടെ കാൽപ്പാടുകളും അത് ഇട്ട ചാണകവും നന്മകളായി അവൻ്റെ പേരിൽ എഴുതപ്പെടും. ഇനി പോകുന്ന വഴിക്ക് ആ കുതിര ഒരു അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചു. അതിന് വെള്ളം കൊടുക്കണം എന്ന് ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല, ആ അരുവിയാണല്ലോ വെള്ളം കുടിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ടുപോയതൊന്നുമല്ല, കുതിര തന്നെ പോയി കുടിച്ചതാണ്. എന്നാലും അതിന് കൂലി കിട്ടും.
ഇനി കുതിര എന്ന് പറയുന്നത് ഒരു പാപത്തിൻ്റെ ഉറവിടമാവുന്നവർ അവൻ ആ കുതിരയെ അഹങ്കാരത്തിനും നാട്ടുകാരെ കാണിക്കുന്നതിനും മുസ്ലിങ്ങളോട് ശത്രുത കാണിക്കുന്നതിനും വേണ്ടിയിട്ടാണ് വച്ചിട്ടുള്ളത്. അതായത് മുസ്ലിങ്ങൾക്കെതിരിൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന കുതിര അല്ലെങ്കിൽ കുതിരയ്ക്ക് സമാനമായ സാധനങ്ങൾ, അല്ലെങ്കിൽ മുസ്ലിമാണ് പക്ഷേ നാലാൾ കണ്ടോട്ടെ എനിക്ക് വലിയ കുതിരയുണ്ട്, അറേബ്യൻ കുതിരയുണ്ട് എന്നൊക്കെ വിചാരിച്ച് ഇടയ്ക്കൊക്കെ ടക്ക് ടക്കെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിക്കിടക്ക് ഓടിച്ചുകൊണ്ട് നടന്നാൽ പൊങ്ങച്ചം കാണിക്കാനാണെങ്കിൽ അത് അവന് ഒരു പാപത്തിൻ്റെ ഉറവിടമാകുന്നു, പാപമാർഗമാകുന്നു. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കഴുതയെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, ഈ അതുല്യവും സംക്ഷിപ്തവുമായ ചുരുക്കി എഴുതിയതുമായ ഈ ഒരു വചനമൊഴികെ ഇതിനെപ്പറ്റി എനിക്ക് വേറെ വെളിപാടുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതായത് അറിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. ആയത്ത് ഇങ്ങനെയാണ്: അങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ, എത്ര ചെറുതായാലും, കാണാൻ പറ്റാത്ത ഉറുമ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, തീരെ ചെറുത്, അത് ആണെങ്കിലും അവനത് കാണും. ആരെങ്കിലും ഒരാൾ തിന്മ ചെയ്താൽ, ഒരു അണുമണി തൂക്കമാണെങ്കിലും, അതായത് എത്രയോ ചെറുതായ ഒരു ഉറുമ്പിൻ്റെ അത്രയുള്ള തിന്മയാണെങ്കിൽ പോലും അത് അവൻ കാണും. 99-ാമത്തെ സൂറത്ത് 7-8 ആയത്തുകൾ. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: الخيل لثلاثة لرجل أجر ولرجل ستر وعلى رجل وزر فأما الذي له أجر فرجل ربطها في سبيل الله فأطال في مرج أو روضة فما أصابت في طيالها ذلك من المرج أو الروضة كانت له حسنات ولو أنها قطعت طيلها فاستنت شرفا أو شرفين كانت أرواهما وآثارها حسنات له ولو أنها مرت بنهر فشربت منه ولم يرد أن يسقيها كان ذلك حسنات له. فإما الرجال الذي هي عليه وزر فهو رجل ربطها فخر ورياء ونباء لأهل الإسلام فهي وزر على ذلك. وسئل رسول الله صلى الله عليه وسلم عن الحمر فقال: ما أنزل علي فيها إلا هذه الآية الجامعة الفاذة فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. സൽസല 7-8. ആരെങ്കിലും ഒരാൾ മറ്റേയാളുടെ മൃഗത്തിനെ അടിച്ചാൽ, അതായത് ഒരാൾ ഒരു മൃഗത്തിൻ്റെ പുറത്ത് പോകുന്നു, മറ്റേയാൾ നടന്നോ അല്ലെങ്കിൽ വേറൊരു മൃഗത്തിൻ്റെ പുറത്ത് പോകുന്നു, മറ്റേയാളുടെ മൃഗത്തിനെയാണ് ഇയാൾ അടിക്കുന്നത്. പക്ഷേ അയാളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അടിക്കുന്നത്. അത് പെട്ടെന്ന് പോകും എന്നുള്ള രീതിയിൽ കഴുതയോ കുതിരയോ തള്ളുകയോ ഉന്തുകയോ അടിക്കുകയോ ഒക്കെ ചെയ്യുന്നു. മന്ദറബ ദാബത്യോ ഐരിഹി ഫിൽ ഹസ്വി. അബു അഖീൽ വിശദീകരിക്കുന്നു, അബു അൽ മുതവക്കിൽ അൻ നാജി പറഞ്ഞതായിട്ട്, ഞാൻ ജാബിർ ബിൻ അബ്ദുള്ള അൽ അൻസാരിയെ വിളിച്ചു വന്നിട്ട് അവനോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നീ കേട്ടത് എന്താണ് എന്ന് എന്നോട് പറയുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കൽ അദ്ദേഹത്തോടൊപ്പം ഒരു യാത്രയിലായിരുന്നു. അബു അഖീൽ പറഞ്ഞു, ഉംറയാണോ അതോ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ടാണോ എന്നെനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ജാബിർ തുടരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആർക്കെങ്കിലും കുടുംബത്തിലേക്ക് നേരത്തെ പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്, പെട്ടെന്ന് പോയിക്കോളൂ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങി, അതായത് വീട്ടിലേക്ക് പോകാൻ വേണ്ടി തിരക്ക് പിടിച്ച് പോവുകയാണ്. ഞാൻ ഒരു കറുത്ത ചുവപ്പ് കലർന്ന ഒട്ടകത്തിൻ്റെ പുറത്ത് ആയിരുന്നു. അതിന് പ്രത്യേകിച്ച് കുറ്റങ്ങളോ കുറവുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആളുകളെല്ലാവരും എൻ്റെ പുറകിലായിരുന്നു. അപ്പം നല്ല ലക്ഷണമൊത്തുള്ള ഒരു ഒട്ടകത്തിൻ്റെ പുറത്ത് ഞാൻ നല്ല സ്പീഡിൽ പോകുന്നു. പക്ഷെ അങ്ങനെ പോകുമ്പോൾ എൻ്റെ ഒട്ടകം പെട്ടെന്ന് നിന്നു, അത് ഭയങ്കരമായി ക്ഷീണിച്ചതുപോലെ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ജാബിറെ നിൽക്ക്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ചാട്ട കൊണ്ട് അതിനെ അടിച്ചു. അപ്പോൾ അത് ഭയങ്കര വേഗത്തിൽ പോവാൻ തുടങ്ങി. ഇത് നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഹദീസാണ്. അദ്ദേഹം ചോദിച്ചു, അതിനെ എനിക്ക് വിൽക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ ചുവ്വ റസൂലെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അൽ മദീന എത്തിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോയി അദ്ദേഹത്തിൻ്റെ സഹാബാക്കളോടൊപ്പം. ഞാനും പോയി. അത് പള്ളിയുടെ മുമ്പിലുള്ള നടപ്പാതയിലുള്ള ഗേറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു സ്ഥലത്ത് കയറി പോകുന്ന വഴിയിൽ കെട്ടി ഇട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞത്, അതാണ് റസൂലെ നിങ്ങളുടെ ഒട്ടകം, അതായത് നമ്മൾ കച്ചവടം ചെയ്ത് കഴിഞ്ഞാണല്ലോ എന്നുള്ള രീതിയിൽ.
അദ്ദേഹം പുറത്തേക്ക് വന്നു, അതിനെ പരിശോധിക്കാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഈ ഒട്ടകം നമ്മുടെയാകുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് അവാക്ക് സ്വർണം അയച്ചു. അതായത് ഊക്കിയ എന്ന് പറയുന്ന ഒരു പ്രത്യേക അളവായിരുന്നു അന്നുണ്ടായിരുന്നത്. കുറേ ഊക്കിയയാണ് ബഹുവചനം അവാക്ക് എന്ന് പറയുന്നത്. കുറേ ഊക്കിയ സ്വർണം കൊടുത്തു. എന്നിട്ട് ജാബിറിന് കൊടുക്കാൻ പറഞ്ഞ് അയച്ചു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾ ആ ഒട്ടകത്തിനുള്ള മുഴുവൻ പൈസയും മേടിച്ചായിരുന്നു? അപ്പോൾ ഒരു 10,000 രൂപയുടെ ഒട്ടകമാണെന്ന് നമുക്ക് കൂട്ടാം. അങ്ങനെയാണെങ്കിൽ 10,000 മേടിച്ചോ, അതേ റസൂലായതുകൊണ്ട് കുറച്ചാണ് മേടിച്ചത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഉവ്വ എന്ന് മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒട്ടകവും അതിൻ്റെ പൈസയും നിനക്കുള്ളതാകുന്നു. അതായത് ആ ഒട്ടകത്തിന് ആ റസൂൽ ഫ്രീ ആയിട്ട് തിരിച്ചു കൊടുത്തു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചത്. ഹദ്ദസന അബു അഖീലിൻ ഹദ്ദസന അബുൽ മുതവക്കിലുൻ നാജിയു ഖാല അതൈതു ജാബിർ ഇബ്നു അബ്ദുല്ലാഹിൽ അൻസാരിയ ഫഖുൽതു ലഹു ഹദ്ദിസ്നി ബിമാ സമഅത മിർ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സാഫർതു മഅഹു ഫീ ബഅദി അസ്ഫാരിഹി ഖാല അബു അഖീലിൻ ലാ അദ്രി غزوة أو عمرة فلما أن أقبلنا قال النبي صلى الله عليه وسلم من أحب أن يتعجل إلى أهله فليعجل. قال جابر فأقبلنا وأنا على جمل لي أرمك ليس فيها شيء والناس خلفي فبينا أنا كذلك إذا قام علي فقال للنبي صلى الله عليه وسلم يا جابر استمسك فضربه بصوته ضربة فوثب البعير مكانه فقال أتبيع الجمل؟ قلت نعم. فلما قدمنا المدينة ودخل النبي صلى الله عليه وسلم المسجد في طوائف أصحابه فدخلت عليه وقلت الجمل في ناحية البلاط فقلت له هذا جملك فخرج فجعل يطيف بالجمل ويقول الجمل جملنا. فبعث النبي صلى الله عليه وسلم أواقي من ذهب فقال أعطوها جابرا ثم قال استوفيت ثمنا؟ قلت نعم. قال الثمن والجمل لك. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.